എല്ലാ ജീവനക്കാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2013 മാർച്ച് 31 വരെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് ഓൾഡ് പെൻഷൻ പദ്ധതി അഥവാ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ബാധ്യത സർക്കാരിന് ഏറ്റെടുക്കാനാവില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് 2013 ഏപ്രിൽ 1 മുതൽ സർവീസിൽ പ്രവേശിക്കുന്ന എല്ലാ ജീവനക്കാർക്കും NPS അഥവാ നാഷണൽ പെൻഷൻ സ്കീം ഏർപ്പെടുത്തി ഉത്തരവിറക്കിയത് അന്ന് കേരളം ഭരിച്ചിരുന്ന UDF സർക്കാരാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പങ്കാളിത്ത പെൻഷൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ ഇവയും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ ഗുണങ്ങൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതിനു മുന്നുള്ള വീഡിയോസിൽ നമ്മളത് പറഞ്ഞിട്ടുമുണ്ട്. ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ ആവിഷ്കരിച്ച UPS അഥവാ യൂണിഫൈഡ് പെൻഷൻ സ്കീമിനെ കുറിച്ചാണ്. 2004 ജനുവരി 1 മുതൽ കേന്ദ്ര സർവീസിൽ ഏർപ്പെടുത്തിയ NPS പദ്ധതി പ്രകാരം ഒരുപാട് ജീവനക്കാർ വിരമിച്ചിട്ടുണ്ട്. 20 വർഷം സർവീസ് ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് പോലും 4000 രൂപ പെൻഷൻ തികച്ചു കിട്ടാത്ത ഒരു അവസ്ഥ നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പെൻഷൻ പദ്ധതിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. ഇത്തരം വിമർശനങ്ങൾ അത് വലിയ പ്രക്ഷോഭങ്ങളായി മാറുകയും കേന്ദ്ര സർക്കാരിന് ഈ NPS പദ്ധതി പരിശോധിക്കേണ്ട ഒരു അവസ്ഥ വരികയുമുണ്ടായി. ഉറപ്പുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തന്നെ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യമെമ്പാടും നടന്ന വലിയ പ്രക്ഷോഭങ്ങളെ തണുപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പെൻഷൻ പദ്ധതി. എന്നാൽ ഈ പെൻഷൻ പദ്ധതിയും ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു പങ്കാളിത്ത പെൻഷൻ തന്നെയാണ്. കാരണം ഓഹരി വിപണിയെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ പെൻഷൻ പദ്ധതിയും മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ പെൻഷൻ പദ്ധതി പ്രകാരം എല്ലാവർക്കും പെൻഷൻ ഉറപ്പു നൽകും എന്നാണ് പറയുന്നത്. എന്നാൽ സർക്കാർ വിഹിതം 14% നിന്നും 18.5% ജീവനക്കാരൻ്റെ വിഹിതം 10% നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 25 വർഷമെങ്കിലും സർവീസിലുള്ള ഒരാൾക്ക് അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ ഏകദേശം 12 മാസത്തെ ശമ്പളം കണക്കാക്കി അതിൻ്റെ ആവറേജ് എടുത്തുകൊണ്ട് 50% ലഭിക്കും എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, 10 വർഷത്തിൽ താഴെ സർവീസുള്ള ജീവനക്കാർക്ക് ഈ പുതിയ പെൻഷൻ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. മാത്രമല്ല 60 വയസ്സിൽ സർവീസ് പൂർത്തിയാക്കുന്ന ഒരു ജീവനക്കാരന് ഗ്രാറ്റുവിറ്റിക്ക് പുറമെ ഒരു ചെറിയ എമൗണ്ടായി ഒരു പാരിതോഷികം എന്ന നിലക്ക് നൽകും എന്ന് ഇതിൽ പറയുന്നുണ്ട്. 10 വർഷത്തിൽ താഴെ സർവീസുള്ള ജീവനക്കാർക്ക് ഈ എമൗണ്ട് നൽകുമോ എന്ന കാര്യം പറയുന്നുമില്ല. വലിയ വലിയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നൽകുന്ന ഈ ഒരു പെൻഷൻ പദ്ധതി ഇത്തരം ആനുകൂല്യങ്ങളെല്ലാം എവിടെ നിന്ന് നൽകും എന്ന് മാത്രം പറയുന്നില്ല കൃത്യമായി. എന്തായാലും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന പണത്തിൽ നിന്നാകണം ഇത്തരം ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഉറപ്പുള്ള പെൻഷൻ പദ്ധതിയായി ഇതിനെ നമുക്ക് കാണാൻ കഴിയുമോ? സർക്കാർ നൽകുന്ന 18.5% വിഹിതവും നമ്മളുടെ വിഹിതവും കൂട്ടി 28.5% വരുന്ന വലിയ ഒരു തുകയാണ്
ഷെയർ മാർക്കറ്റിലേക്ക് ഒഴുകുന്നത്. ഇത് ഒരു വലിയ അനീതിയാണ്. പക്ഷേ സർക്കാർ നേരിട്ട് ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്ന ആ പഴയ പദ്ധതി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ജീവനക്കാർ ആശിക്കുന്നത്. എന്നാൽ താൽക്കാലികമായ ഒരു നേട്ടത്തിന് വേണ്ടി ഇത്തരം പെൻഷൻ പദ്ധതികൾ കാട്ടി ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും ഓരോരോ സർക്കാരിന് വേണ്ടി അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക് മാറ്റിവെച്ചുകൊണ്ട് സേവനം കാഴ്ചവെച്ച ഓരോ ജീവനക്കാർക്കും അവൻ്റെ വാർദ്ധക്യകാലത്ത് ആരോടും കൈനീട്ടാതെ ജീവിക്കാനുള്ള ഒരു ഉറപ്പുള്ള തുക പെൻഷനായി നൽകാൻ കഴിയണം. അത്തരം ഉത്തരവാദിത്യം ഓരോരോ സർക്കാരുകൾ നേരിട്ട് ഏറ്റെടുക്കണം എന്നുമാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. സർക്കാർ അധിഷ്ഠിതമല്ലാത്ത ഏതൊരു പെൻഷൻ പദ്ധതിയും വരും കാലങ്ങളിൽ ഉറപ്പുള്ളതല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പെൻഷൻ നൽകും എന്ന് പറയുമ്പോഴും അതാര് നൽകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരുന്നില്ല. മാത്രമല്ല, നമ്മൾ പണിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചെടുക്കുന്ന 10% തുക അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത തുകയായി മാറുകയും ചെയ്യുകയാണ് ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ ഉള്ളത് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. ഇത്തരം പെൻഷൻ പദ്ധതികളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. നമ്മുടെ അഭിപ്രായം എവിടെയും തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു ഉറപ്പുള്ള പെൻഷൻ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ സംസാരം ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.